ഇത് പാപ്പരായ സംസ്ഥാനമാണ്. സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. തുടക്കത്തിൽ ഒന്നിനു വരെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് മുഴുവൻ കൊടുക്കേണ്ടി വരും, കുറച്ച് കൈപ്പിന്തിരി കുടിക്കേണ്ടി വരും. സതീശന് സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആന്റണി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്. കുറച്ച് കൈപ്പിൾനീര് കുടിക്കേണ്ടി വരും. വി.ഡി. സതീശനെ ഒപ്പം നിർത്തി എ.കെ. ആന്റണി പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് എ.കെ. ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞാൻ അദ്ദേഹത്തോട് നിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. റവന്യൂ കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, ധനക്കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, വളർച്ചാ നിരക്കിൽ മെച്ചപ്പെട്ട കണക്ക് കാണിക്കുന്ന, പൊതുകടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന കേരള സംസ്ഥാനമാണോ പാപ്പരായ സംസ്ഥാനം? 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് വി.ഡി. സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ട് ഒരു പക്ഷേ ജനം വ്യാഖ്യാനിച്ചേക്കാം.